ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സാറ്റർഡേ ആണ്. ആഫ്റ്റർ ലോങ് വീക്ക് കുറച്ച് റിലാക്സ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. സോ വി ആർ ഗോയിങ് ഔട്ട്. രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ബട്ട് സ്റ്റിൽ നമ്മൾ അതിൽ തന്നെ ആ പ്ലാൻ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്. മുതു റെഡി അല്ലേ? ഇറങ്ങിയാലോ? പോയാലോ? എവിടെയാ പോണേ? നമുക്ക് മറ്റേ ഇവിടെ പോയാലോ? പാർക്കിൽ പോയാലോ? പോകാൻ നേരം കാറ് കുട്ടിയാക്കുന്ന മൊത്തം. സോ ഗൈസ്, ഹൈദരാബാദിൽ ഒരു മെയിൻ ഇതെന്താ വെച്ചാൽ ഇവിടെ മൊത്തം പൊടിയാവും, ഫുൾ ഓഫ് ഡസ്റ്റ്. സോ ഓരോ പ്രാവശ്യം നമ്മൾ കാറ് ക്ലീൻ ആക്കേണ്ട വരും. ഷർട്ട് നോക്കി മറ്റേ കല്യാണത്തിന് പോകുന്നുണ്ട്. ജെൻസി ഷർട്ട് അയ്യോ, ആൾക്കാരെന്നെ നോക്കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കണ്ടുപോയി കഴിഞ്ഞു. പണിയെടുത്തോളൂ. നമ്മളിപ്പോ ഹൈദരാബാദിന്റെ തെരു വീതികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Muthu, you look awesome in this shirt. നല്ല രസമുണ്ട്. ഇന്ന് നല്ല ട്രാഫിക് ഉണ്ട്. ശനിയാഴ്ച ആയിട്ടും ട്രാഫിക്കിനൊരു കുറവില്ലല്ലോ. ഇന്നും ട്രാഫിക്കിന് കുറവൊന്നുമില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാവില്ലേ? ഇല്ല, ശരിക്കും ഈ ഒരു സമയത്ത് ആൾക്കാർ കുറവാണ് ഉണ്ടാവാറ്. ഈ സംക്രാന്തി സമയത്ത് ഈ ആന്ധ്രയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം തെലുങ്കാനയിൽ വർക്ക് ചെയ്യുന്ന ആന്ധ്രക്കാരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. നാട്ടിൽ പോയിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് വരും. മൺഡേ തൊട്ടായിരിക്കണം ഇത്രയും ട്രാഫിക്. ഈ മകര സംക്രാന്തിയുടെ ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റി അതല്ലേ ഈ പട്ടം പറപ്പിക്കല്. ഇന്നലെ നമ്മള് ടെറസിൽ തന്നെ ഒരുപാട് പട്ടം കാണാണ്ടായിന്. ഈവൻ ഹോട്ട് എയർ ബലൂണെല്ലാം. ഇവിടെ ഇപ്പൊ കൈറ്റ് ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ എക്സിബിഷൻ ഉണ്ടെന്ന് തോന്നുന്നു കൈറ്റ് ഫെസ്റ്റിവല്. ഗൈസ്, ഇനി കൊറേ ഇപ്പൊ നമ്മള് കാറിൽ തന്നെ എടുക്കുന്നില്ല, ഒരു മോണോട്ടോണസ് ആയി പോലെ. അതുകൊണ്ട് നമുക്കിനി പാർക്കിൽ എത്തിയിട്ട് വേണം. ഇപ്പൊ പോന്ന വഴിയിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കണ്ടാല് ലെറ്റ്സ് സീ. അതർവൈസ് നമുക്ക് പാർക്കിൽ വെച്ച് കാണാം. ഒരു വലിയ പാറിന്റെ മുകളിൽ ചെറിയ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഏകദേശം അടുത്തെത്തി. ഭയങ്കര വെയിലല്ലേ. സൺ കിസ്റ്റിന് പകരം സൺ കിൽഡ് ആയിട്ടുണ്ട്. ഉണ്ടത് സോ നമ്മള് പാർക്കിൽ എത്തിയിട്ടുണ്ട്. പാർക്ക് ക്ലോസ് ആണെന്ന് തോന്നുന്നു. അയ്യേ, പക്ഷെ അതിൽ അതിൻ്റെ ഉള്ളിൽ ആള്. ബട്ട് വൺ തിങ് ഇസ്, നട്ടുച്ച ഏകദേശം ആവാനായി 10:30 ആയി തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഷോപ്പ് കാണുന്നുണ്ട്. അവിടുന്ന് ഓംലെറ്റും മാഗിയും കഴിച്ചാലോ എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. കഴിച്ചാലോ? സോ എന്താ, എനിക്ക് ഓംലെറ്റും ചായയും മതി. ഈടെ ഒരു കട കെട്ടിയിട്ടുണ്ട്. ഈ കടയിൽ നിന്ന് ബ്രെഡ് ഓംലെറ്റ് മേടിച്ചിട്ട് അകത്ത് പോയിട്ട് കഴിക്കാൻ വെച്ചു. ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. What's her name? What's your name? Lasya. Lasya. Your name? Vitnya. Yeah. They're also your friends. My name is Shilpa. All of they are your friends. Nice. Her name? Her name Yukti. Yukti. Your name? Manasa. Manasa. Yukta Oh, Yukti. nice. What about him? Hi. Have you seen park?
Gone to park? Nice. Yes. Oh, nice. It Closed. It is closed. Oh, okay. So what is the plan? Park is closed, right? Where are you going? Next park you are going. Oh. You guys came alone or that is your parents? Parents. Telugu I don't know. He's telling we should go like this. We are going to another. Which park? We are going. No. We don't know. No, we don't know. Even we don't know. We thought park is open. Huh? చెప్పు తెలుగులో చెప్పు. Telugu. కొంచెం ఉంది. We can కొంచెం తెలుగు తెలుసు. Which class you guys are studying? UKG. All of you are UKG. No, third class, UKG, second class. What about him? He's not going to school. He's LKG. Not fifth, Telugu, he's not. What is your name? Okay, bye. Bye. Bye, Apu. Bye. Bye. ഗൈസ് പാർക്കിൽ വന്നിട്ട് നമ്മളിങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് കുറേ പിള്ളേർ വന്നു. അവരൊക്കെ പുറത്ത് പാർക്കിൽ കളിക്കാതെ പുറത്തൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കാം. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പാർക്ക് ക്ലോസ്ഡ് ആണ്. അപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എസ്പെഷ്യലി എനിക്കിങ്ങനെ പുറത്തുനിന്ന് വ്ളോഗ് എടുക്കാൻ ഞാൻ കുറച്ച് ഒരു കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ആ പിള്ളേരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നിട്ട് അതായത് നമ്മുടെ കയ്യിൽ ക്യാമറയും ട്രൈപോഡും കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അവർ നമ്മളെ കൂടെ വീഡിയോയിൽ വന്നല്ലേ എന്തൊക്കെ സംസാരിച്ചു. അങ്ങനെ എൻ്റെ കുറെ സ്റ്റേജ് ഫിയർ പോയി തോന്നുന്നു. അവരേതോ വലിയ വ്ളോഗേഴ്സ് ആണെന്നൊക്കെ വെച്ചിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതാണല്ലോ. നമുക്കല്ലേ നല്ലൊരു വൈബായിരുന്നു. ഐ ലൈക്ഡ് ഇറ്റ്. പാർക്ക് ഇല്ലാത്തതുകൊണ്ട് പാർക്കിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല. നമുക്ക് നല്ല തണലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. എന്നിട്ട് കുറച്ച് സമയം നോക്കിയിട്ട് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. എന്തായാലും രാവിലെ തന്നെ ഇറങ്ങിയില്ലേ. ഇത് എവിടെ ഇരുന്നാലോ? കൊള്ളാം, നല്ലുണ്ട്. ഇതാണ് KBR പാർക്ക് വാക്ക് വേ. ഇവിടെയാണ് അത്ര അല്ലു അർജുനും ആൾക്കാരൊക്കെ രാവിലെ മോർണിംഗ് വാക്കിന് വരുന്നു, ജോഗിങ്ങിന് വരുന്ന സ്ഥലം. ആദ്യമായിട്ടൊന്ന് പുറത്തിറങ്ങാന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പാർക്കും ഇല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. എന്താ അവസ്ഥ? ഇതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വരാത്തത്. ഇത് അവിടെ ഒരു മയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. മയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് മയിൽ. ഒരു മയിൽ. രണ്ടാമത്തെ എവിടെ? ഇതവിടെ ഇവിടെ ഉണ്ടോ? കുറച്ചുകൂടി അടുത്ത് പോയി നോക്കാം. പല കൊത്തും. അത് പോയി. ഇത് വേറൊരു മയിൽ. മയിലിൻ്റെ പിറകെ ഓടി നടന്ന് വീഡിയോ എടുക്കണ്ട ഇതാണ് കാണുന്നത്. പാർക്ക് ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു മയിലിനെങ്കിലും കാണാൻ പറ്റി എന്നുള്ള ആശ്വാസത്തിൽ നമുക്ക് പോവാം. വാ. നടക്കാൻ പറ്റുന്നില്ല, കാലുവേദന എടുക്കുന്നു. നമ്മൾ ഇന്നലെ മിനിയാന്നെങ്ങാനും ജിമ്മിൽ പോയിട്ട് വന്നോണ്ട് തീരെ പറ്റുന്നില്ല. ഇതാ പിള്ളേർ സെറ്റ് ഇവിടെ വന്നിട്ട് ഒക്കെ ഉണ്ടല്ലോ. ആ ഓ അങ്ങനെയാണ് അവരെല്ലാരും വന്നേ. ക്യാമറ കണ്ടിട്ടാണ് നമ്മളടുത്തേക്ക് വന്നത്. നമ്മ പൂട്ടി വെച്ചില്ല. അപ്പോൾ ഇതെന്താ ഇവര്
ക്യാമറ തുറന്നു. അതല്ലേ ഫോട്ടോ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ടായിരുന്നേ. അങ്ങനെയാണ് മൊത്തം ഗ്യാങ് വന്നത്. എന്തോ സീനാട്ടോ, കുറേ ആൾക്കാരുണ്ടല്ലോ കൊടിയൊക്കെ വെച്ചിട്ട്. ഏതോ പാർട്ടീൻ്റെ എന്തോ നടക്കുകയാണ്. പ്രകടനാണോ ഇനി വല്ല പ്രതിഷേധമാണോ എന്നറിയില്ല. അപ്പോൾ ഇതിനാണ് നേരത്തെ അവിടെ കുറേ പോലീസുകാരും ഉണ്ടായിരുന്നത്. ഇതാ ഒരു ആംബുലൻസ് അവിടെ കുടുങ്ങി. ഇല്ല, ഒരു പട്ടി ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ബ്രെഡ് ഓംലെറ്റ് മണത്തിട്ടാണോ നടക്കുന്നതെന്ന് അറിയില്ല. അതെ, ആ ബോർഡ് കണ്ട. You must scoop. If your dog poops, you must scoop. തരൊന്നല്ല, പാവ നമ്മൾ പറയുക നടക്കുന്നയാ. അതിന് ഒറ്റയ്ക്ക് നടന്ന് മടുത്തിട്ട്. ഗൈസ്, ദിസ് ഗൈസ് ഇത് ഈ പട്ടി കണ്ടോ? ഈ പട്ടി നമ്മളെ കൂടെ തന്നെ നടക്കുന്നു. നമ്മളെ കാത്തു നിന്നിട്ട് കൂടെ നടക്കുന്നു. എന്താ സംഭവം എന്നറിയില്ല. നടക്കുമ്പോ കണ്ടോ? അറിയില്ല, ഫുഡായിരിക്കില്ല. പേടിക്കണ്ട, അത് ആക്ച്വലി കമ്പനി കൂടാൻ വരുന്നതാണെന്ന് തോന്നുന്നത്. ഇതാ നമ്മൾ നോക്കുമ്പോൾ നൈസായിട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മൾ നോക്കാത്തപ്പം പിറകെ വരുന്നുണ്ട്. ഇത് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് സെറ്റപ്പ് ആക്കാന്നാ തോന്നുന്നു. ഇവിടെ ഇരുന്നാലോ നമുക്ക്? കിടിലം സ്പോട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ മുകളിൽ കയറാൻ പറ്റുന്നില്ല. നല്ല പാറ, പാറയാണല്ലോ വിളിച്ചേക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ നമ്മളെ പാർക്കിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാന്ന്. പാർക്ക് തുറന്നിട്ടില്ലെങ്കിലും പുറത്തുണ്ടായ ഭാഗം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തല്ല. ഉദ്ദേശകാര്യം ഒരു പരിധി വരെ നടന്നു, പക്ഷെ അധികം എനിക്ക് കുറച്ചും കൂടി ബുക്കെല്ലാം വായിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഞാൻ അവിടെ സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു. റെസ്റ്റ്ലെസ് അല്ല, അവിടെ ആ ട്രാഫിക് ഇല്ലേ, ആ ട്രാഫിക്കിന്റെ സൗണ്ട് കേട്ട് 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 എനിക്ക് പെട്ടെന്ന് മടുപ്പ് പിടിച്ചു. വീട്ടിൽ പോയിട്ട് ബാക്കി ബുക്ക് വായിക്കും. അടിതട്ടുന്നതായിട്ട്
പുറത്ത് പോയിട്ട് വെയിൽ കൊണ്ട് വന്ന ശേഷം ജിമ്മിൽ പോകുന്നു. ഒളിക്കുന്നു ഇന്ന് ഒട്ടും കഴിയുന്നുണ്ടായിരുന്നു, ഒരു പനി പോലത്തെ ഫീൽ ഉണ്ടായിന്. ബട്ട് സ്റ്റിൽ വി മേഡ് ഇറ്റ്. ചിലപ്പോ പൊടി മാറിണ്ടായിരിക്കും, അവരവിടുന്ന് അടിച്ചു വരുന്നുണ്ടായിട്ട് അതിന്റെ പൊടി മാറിയിട്ടൊരു ത്രോട്ട് ഇൻഫെക്ഷൻ പോലെ ഉണ്ട്. ഇതൊരു പുതിയ സെന്ററാണ്, കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട്. ബ്രാൻഡ് ന്യൂ സെന്റർ. അതുകൊണ്ട് ആൾക്കാർ ഭയങ്കര കുറവാണ്. നല്ല സുഖമായിട്ട് പ്രൈവറ്റ് ജിം പോലെ വർക്കൗട്ട് ചെയ്യും. സെറ്റാണ്. നമ്മളെ അറിയില്ല, തുടങ്ങുമ്പോൾ നിൽക്കണ്ടേ. പുള്ളപ്പ് ഉണ്ടല്ലോ, ആദ്യം മറ്റേ വെയിറ്റഡ് പുള്ളപ്സ് ഇല്ലേ, അത് ഓൾമോസ്റ്റ് നിന്റെ ബോഡി വെയിറ്റിനെ അതിലിട്ടിട്ട് സപ്പോർട്ടിൽ ചെയ്യാം. പിന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ സ്ട്രെങ്ത് വരും. സോറി, ഇവിടെ സ്ട്രെങ്ത് വരും. നേരം ചെറുതായിട്ട് തുടങ്ങിയത് 5 വയസ്സ് എനിക്ക് പനി വരുന്നുണ്ട് തോന്നുന്നു. പനി വരുന്നുണ്ട് തോന്നുന്നു. പനി വരും വിചാരിച്ച പനി വരും, പനി വരും വിചാരിച്ചിട്ട് എന്നാലും എന്തായാലും പനി വരില്ലേ. എനിക്ക് പനിയും തരും. എനക്കില്ലല്ലോ, നിനക്ക് മാത്രം ഇങ്ങനെ ഇപ്പൊ പനിയും. അവിടെ വെച്ചോ മുത്തുന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഇന്ന് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. സ്റ്റാൻഡ് തട്ടിട്ടാ. ആ ലൈറ്റ് കാണാൻ നല്ല രസം. ഗായ്സ്, നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. തീരെ വയ്യാതായി, ചെവി എന്നെല്ലാം പുക വാർന്ന പോലെയുണ്ട്. സീനാണോ? എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഫുൾ ചൂട് കയറാൻ തുടങ്ങി. പനിക്കുന്നാ തോന്നുന്നത്. ഇന്നത്തെ പരിപാടി, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സന്ധിക്കും വരേക്കും